സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ക്ലയൻസ് കൂടുതൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ടു തിങ്സ് ഐ വിൽ ബി ആസ്കിങ് ലൈക്ക് ട്രഡീഷണൽ ഹൗസസ് ഓർ മോഡേൺ ഹൗസസ്. സോ ഇറ്റ്സ് ലൈക്ക് മോഡേണിസം കേരളത്തിൽ പൊതുവായിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ ഹൗസസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഭൂമിയിൽ ഇക്വേറ്ററിന്റെ അടുത്താണ് നമ്മുടെ കേരളം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് അബൌവ് ഇക്വേറ്റർ. സോ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. So it rains up to 6 months in a year, so warm humid climate. So the architecture in Kerala is not the same as in US or European countries. So modernism started or emerged from US or European countries. So ഒരു മോഡേണിസ്റ്റ് ഇപ്പൊ നമ്മൾ ഇതായിട്ട് പറയുന്ന പോലെ കണ്ടംപററി ഹൗസസ് ഒരിക്കലും നമ്മുടെ കേരളത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതല്ല. സോ മെജോറിറ്റി ലൈക്ക് 9 out of 10 clients എനിക്ക് കിട്ടുന്നത് they opt for modern houses because they tend to feel that's more advanced rather than Kerala traditional houses. For example, Kerala traditional houses like നമ്മൾ എന്താ വിചാരിക്കുന്നത്, സാധാരണ ഒരാളിന് തോന്നിയെന്ന് വെച്ചാൽ സ്ലോപ്പിംഗ് റൂഫ്. ഇറ്റ്സ് ജസ്റ്റ് കേരള ട്രഡീഷണൽ ഹൗസസ്. അപ്പോൾ സ്ലോപ്പിംഗ് റൂഫ് ഉണ്ടെങ്കിൽ അത് ട്രഡീഷണൽ ഹൗസും, ഫ്ലാറ്റ് റൂഫ് ഉണ്ടെങ്കിൽ അത് മോഡേൺ ഹൗസും, അങ്ങനത്തെ ഒരു ധാരണയിലേക്കാണ് എത്തിയത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 in 20 or 30 എലമെന്റ്സ് മാത്രമേ ആവുന്നുള്ളൂ ഈ കേരള ട്രഡീഷണൽ ഹൗസ്. അതിന്റെ നമ്മുടെ പഴയ ഉണ്ടായിരുന്ന 4 കെട്ട് എന്ന് പറയുമ്പോൾ നടുക്കൊരു കോട്ടിയാടും വാട്ടർ ബോഡിയും എല്ലാം 4 കെട്ട്, 8 കെട്ടുണ്ട്, 16 കെട്ടുണ്ട്. അതിന്റെയൊക്കെ കറക്റ്റ് വാസ്തുശാസ്ത്രം വെച്ച് പണിയുന്നതാണ്. അതിന്റെ ആ ഒരു വാട്ടർ ബോഡി, നടുക്കൊരു നടുമുറ്റവും ഒരു വാട്ടർ ബോഡിയും, അതിനകത്ത് ഒരുപാട് സയൻസ് ഉണ്ട്, ലൈക്ക് ഇവാപറേറ്റീവ് കൂളിംഗ്. അതൊരു തെർമൽ കംഫോർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അതാണ് പ്രോപ്പർ ഡിസൈൻഡ് സയന്റിഫിക്കലി പ്രൂവൺ വേ ഓഫ് കേരള ട്രഡീഷണൽ ഹൗസസ്. അതിനകത്ത് മെറ്റീരിയൽസ് ഓടാണെങ്കിലും വുഡ് ആണെങ്കിലും തറയാണെങ്കിലും അതൊക്കെ ജസ്റ്റ് ഒരു സ്ലോപ്പിംഗ് റൂഫ് വാർത്തിട്ടിട്ട് ട്രഡീഷണൽ ഹൗസ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. സോ കമ്മിങ് ടു മോഡേൺ ഹൗസ്, സോ ഇറ്റ്സ് ലൈക്ക് ആ ഒരു പ്രോപ്പർലി ഡിസൈൻ ആയിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ ഹൗസസിലാണ് ഒരു ഫാൻ വേണ്ട, വേറെ AC വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ജനാല തുറന്നിട്ടാൽ തന്നെ തെർമൽ കംഫോർട്ട്. ഇപ്പൊ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള രീതി ഇറ്റ്സ് ലൈക്ക് തെർമൽ കംഫോർട്ട് മീൻസ് ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് ആ ഒരു ഇതില് വേറെ പാസീവ് കൂളിംഗ് മെത്തേഡ്സ് എന്ന് പറയും, ഓൾട്ടർനേറ്റ് ഉള്ള പാസീവ് കൂളിംഗ് മെത്തേഡ്, വേറെ ചിലവൊന്നും ഇല്ലാതെ എത്രത്തോളം നമുക്ക് കംഫോർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും. പാസീവ് ഒരു തെർമലി കംഫോർട്ട് വന്നാൽ മാത്രമേ, ഫോർ എക്സാമ്പിൾ ഈ റൂമിൽ ഇപ്പോൾ AC ഉണ്ട്, AC വെക്കുമ്പോൾ എന്റെ കംഫോർട്ടിന് വേണ്ടിയാണ് ഞാൻ AC വെച്ചിരിക്കുന്നത്. AC വെക്കുമ്പോഴത്തേക്ക് ഐ ബി മോർ ടൈം ടു വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബിൽഡിങ്സിലും ഓഫീസിലും AC വെക്കുന്നത്. സോ അതില്ലെങ്കിൽ ചൂടെടുക്കുകയും ഇറിറ്റേഷൻ വരികയും നമ്മുടെ വർക്ക് കപ്പാസിറ്റി കിട്ടും. സോ സെയിം ആസ് ഇൻ ഹൗസസ്. സോ ഇന്ത്യന് അതിനൊരു എക്സ്ട്രാ ഒരു എനർജി കൺസംപ്ഷൻ അത് കേരളത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ഇത് ചെയ്ത് വന്നിരുന്ന ഒരു ഇതാണ്. ബട്ട് ഈ എല്ലാ വെസ്റ്റേണൈസേഷൻ പോലെ ഈവൻ അവർ ഡ്രസ് പോലെ എല്ലാ ബിൽഡിങ്സിലും അത് ബാധിക്കാൻ തുടങ്ങി. ബട്ട് ഒരിക്കലും ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലോ സ്കൈ സ്ക്രൈപ്പറിനോ അത് ആപ്ലിക്കബിൾ അല്ല. വെൻ ഇറ്റ് കംസ് ടു അറ്റ്ലീസ്റ്റ് ഹൗസസ് വി ക്യാൻ അപ്ലൈ. നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. So the modern houses like excessive use of concrete, glass, metals, other and glass ഒക്കെ ഇടുമ്പോഴത്തേക്ക് the heat won't escape back to the atmosphere. So അതിനുവേണ്ടി excessive use of curtains, HVAC, heat ventilation, cooling methods. ഇതൊന്നും ഒരിക്കലും ഒരു സസ്റ്റൈനബിളോ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസൈൻസ് അല്ല. സോ ഇറ്റ്സ് ലൈക്ക് ഈ നമ്മളൊരു വീട്ടിലൊരു AC വെക്കുമ്പോൾ ഒരിക്കലും എനർജി ആ ഹീറ്റ് ക്യാൻസൽ ആയി പോകല്ല, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്ത് പോകല. ആ റൂമിലെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകാം. ആ ഹീറ്റ് ആ ഒരു അർബൻ ഏരിയയിൽ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന 1 square kilometer മേ ബി ഒരു 1000 2000 3000 ACs ആണ്. ആ സ്പേസ് അതൊക്കെ എക്സ്ട്രാ ഹീറ്റ് ആയിട്ട് പുറത്ത് നമ്മുടെ എൻവയോൺമെന്റിലോട്ട് പോകും. സോ നമ്മുടെ ക്ലൈമറ്റിന് ഒട്ടും പറ്റിയ ഒരു എലമെന്റ്സ് അല്ല ഗ്ലാസ്, കോൺക്രീറ്റ്, metal surfaces. But as the trend is changing, people tend to go for modern things like nammalippo modern dress idu ennu. DR Tech Homes Private Limited, Trivandrum, an archway to future.